Hello dear students, welcome to Emtees Chemistry Tips and Tricks. കഴിഞ്ഞ ഒരു സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ട്രിക്സിൽ നമ്മൾ പറഞ്ഞിരുന്നു റെസൊനേറ്റിംഗ് സ്ട്രക്ചറിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അവിടെ നമുക്ക് ലൂയിസ് സ്ട്രക്ചർ അറിയില്ല നിർബന്ധമാണ്. കാരണം എത്ര റെസൊനേറ്റിംഗ് ബോണ്ട് ഉണ്ട് എന്നും എത്ര കാനോണിക്കൽ സ്ട്രക്ചർ പോസിബിൾ ആണെന്നും നമുക്ക് അറിയണം. എന്നാൽ അങ്ങനെ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിന്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നമുക്കുള്ള ഒരു ഇക്വേഷൻ ആണ് എന്താണ്? വാലൻസി ഓഫ് ദ പെരിഫറൽ ആറ്റം പ്ലസ് ചാർജ് ഓൺ ദ റാഡിക്കൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെരിഫറൽ ആറ്റം എന്നാണ്. ഓക്സിജൻ ബേസ്ഡ് ആസിഡ് റാഡിക്കലുകളുടെ ബോണ്ട് ഓർഡർ കാണാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം H2SO4 എന്ന് 2 ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന റാഡിക്കലാണ് SO4 2-. അതുപോലെ H2CO3 എന്ന് 2 H+ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് CO3 2-. ഇങ്ങനെയുള്ള ഓക്സിജൻ ബേസ്ഡ് ആസിഡ് റാഡിക്കലുകളുടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ അറിയില്ലെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഉദാഹരണം CO3 2- നമുക്ക് അവിടെ കിട്ടിയിരുന്ന എന്തിനും 4/3 തന്നെയാണ്. ഇവിടെയും 4/3 കിട്ടുന്നുണ്ടോ നോക്കാം. എന്താ ചെയ്യേണ്ടത്? വാലൻസി ഓഫ് ദ പെരിഫറൽ ആറ്റം, സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റത്തിന്റെ വാലൻസി ഏതാണ്? ഇവിടെ പെരിഫറൽ ആറ്റം ഓക്സിജൻ അല്ലേ? ഓക്സിജന്റെ വാലൻസി എത്രയാണ്? 2. അപ്പോ 2 പ്ലസ് ചാർജ് ഓൺ ദ റാഡിക്കൽ. വാട്ട് ഇസ് ദ ചാർജ് ഓൺ ദ റാഡിക്കൽ? -2 ആണ്. അപ്പൊ അത് -n ഇടണം. മൈനസ് വാലൻസി, ഓക്സിജന്റെ വാലൻസി 2 ആണ്. ചാർജ് ഓൺ ദ റാഡിക്കൽ -2. പിന്നെ നമ്പർ ഓഫ് പെരിഫറൽ ആറ്റം, എത്ര പെരിഫറൽ ആറ്റം ഉണ്ട്? 3 എണ്ണം. അപ്പൊ -2/3. നോക്കൂ, ഈ ഡിവിഷൻ ഓൺലി ഫോർ ദിസ് ആണ് കേട്ടോ, ഹോൾ ഡിവിഷൻ അല്ല. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? -2/3 കിട്ടി. അപ്പൊ എന്ത് കിട്ടും? 3 × 2 6. 6 - 2 that is 4. 4/3. ഇവിടെ എത്ര കിട്ടി? 4/3 കിട്ടി. ഉണ്ടോ? നേരത്തെ നമുക്ക് കിട്ടിയ അതേ വാല്യൂവിൽ വരുന്നത് 4/3. SO4 2- നോക്കിയോ, വളരെ ഈസിയാണ്. എന്താ ചെയ്യാ? യെസ്, പെരിഫറൽ ആറ്റം ഓക്സിജൻ ആണ്. വാലൻസി എത്രയാണ്? 2 ആണ്. പ്ലസ് ചാർജ് എത്രയാണ്? -2 ആണ്. ബൈ എത്ര പെരിഫറൽ ആറ്റം ഉണ്ട്? 4 ഉണ്ട്. 4 × 2 8. 8 - 2 6. 6/4. 6/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 എന്ന് പറഞ്ഞാൽ 1.5 എന്നതാണ്. ഓക്കെ, എന്നാൽ NO3- എന്ന മോളിക്യൂള് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ആൻസർ തെറ്റായിരിക്കും. എന്താ കാരണം? ഈ NO3 ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. കോർഡിനേറ്റ് ബോണ്ട് ഉള്ള കേസിൽ നമ്മൾ അവിടെ ആ കോർഡിനേറ്റ് ബോണ്ടിന്റെ ഫോമൽ ചാർജ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ -1 ആണെങ്കിൽ -2 ആക്കണം, -2 ആണെങ്കിൽ -3 ആക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നേരിട്ട് ചെയ്താൽ തെറ്റെന്ന് കാണാം. അവിടെ നമുക്ക് NO3 എത്ര കിട്ടിയ? 4/3 അല്ലേ? എന്നാൽ ഇവിടെ NO3 നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ കിട്ടുക? യെസ്, 2 പ്ലസ് -1/3 ആണ്. 3 × 2 6. 6 - എന്താണ്? 1 ദാറ്റ് ഈസ് 5. ഇവിടെ 5/3 ആണ് കിട്ടുക. എത്രയാണ് കിട്ടുക? 5/3. പക്ഷെ എത്ര വേണ്ടത്? 4/3 അല്ലേ? അതുകൊണ്ട് ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ -1 പിന്നെ ഒരു മൈനസും കൂടി എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ -2 വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/3 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ NO3 പോലുള്ള മോളിക്യൂള്, കോർഡിനേറ്റ് ബോണ്ടുള്ള മോളിക്യൂളുകളിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റെസൊനേറ്റിംഗ് സ്ട്രക്ചറും റെസൊനേറ്റിംഗ് ബോണ്ടും തന്നെ വെച്ച് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ബോണ്ട് ഓർഡർ കാണാനുള്ള ട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ട്രിക്സുമായിട്ട് അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു. Emtees Academy.